കല്യാണിക്കുട്ടിയോട് യാത്ര പറഞ്ഞു വിഷ്ണു പോയി. പ്രിയപ്പെട്ടവരെ ഒന്നും ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷ്ണുവിൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ട്. പക്ഷെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ജയിൽ സൂപ്രണ്ട് തയ്യാറായില്ല. ഊമയായ മകൻ, അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കല്യാണി, അവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണീര്, ഇതെല്ലാം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ ജോലിയോടാണ് സത്യസന്ധത കാണിക്കേണ്ടത് അതോ മനുഷ്യത്വത്തിനാണോ വില കൊടുക്കേണ്ടതെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലായിരുന്നു. സമയം രാത്രിയോടടുത്തു. രാവിലെ 8:45 വിഷ്ണുവിനെ തൂക്കിലേറ്റണം. അവിടെ കൃത്യസമയത്തെത്തണം. അയാൾ സ്പീഡിന് വണ്ടി ഓടിച്ചു. ഇടുങ്ങിയ വഴികളും കാടും. എതിരെ വന്ന ലോറി ജീപ്പിലിടിച്ചു. വിഷ്ണു തെറിച്ച് കാട്ടിലേക്ക് വീണു. വിഷ്ണു പുറകിലാണ് ഇരുന്നത്. പക്ഷെ ജീപ്പ് കൊക്കിലേക്ക് മറിയുന്നു. ലോറി നിർത്താതെ പോയി. വിഷ്ണു കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അടുത്തൊന്നും മനുഷ്യവാസമില്ല. ജയിൽ സൂപ്രണ്ട് ജീപ്പും കൊക്കയിലേക്ക് മറിയുന്നു. ഒരുപാട് ആഴമുള്ള കൊക്കയാണ്. ചില തീരുമാനങ്ങൾ ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് അവിടെ നീതി നടപ്പാക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു നീതി നടപ്പായി. ചില തെറ്റുകൾ മനുഷ്യർക്ക് പൊറുക്കാൻ കഴിയില്ല, പക്ഷെ ദൈവത്തിന് കഴിയും. അങ്ങനെ വിഷ്ണു തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടു. കാര്യമായ പരിക്കുകൾ പറ്റിയില്ലെങ്കിലും വിഷ്ണുവിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നി വിഷ്ണു മെല്ലെ നടന്നു നീങ്ങി. ഇരുട്ടിലൂടെ കുറേ ദൂരം നടന്നു. നേരം വെളുത്തു തുടങ്ങി. തടിയുമായി ഒരു ലോറി പോകുന്നുണ്ടായിരുന്നു. വിഷ്ണു കൈകാട്ടി. എവിടേക്ക് പോകാനെന്ന് ചോദിച്ചു. മംഗലംപുഴയ്ക്ക് പോകാനാ. കയറിക്കോളാൻ പറഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയായിരുന്നു. അവർ വിഷ്ണുവിനെ മംഗലംപുഴയിൽ ഇറക്കി. രാവിലെ തന്നെ കല്യാണി മംഗലംകാവിൽ വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ ദേവിയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കല്യാണി എന്നൊരു വിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വിഷ്ണു. അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നേരം കരഞ്ഞു. നീ വിഷമിക്കേണ്ട കല്യാണി, നിന്റെ പ്രാർത്ഥന ദേവി കേട്ടു. ഞാൻ തിരിച്ചെത്തിയില്ലേ. അവർ വീട്ടിലെത്തി കൈമൾ അങ്കിളിനെ കണ്ട് കാര്യം പറഞ്ഞു. വീട്ടിലുള്ളവർക്കും സന്തോഷമായി. കൈമൾ അങ്കിൾ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം. കല്യാണി ചോദിച്ചു, അങ്കിൾ വരുന്നില്ലേ? ഞാൻ വരുന്നുണ്ട്, നിങ്ങളല്ലേ എൻ്റെ കുടുംബം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കുട്ടിയെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവരുന്നു. അവർ മംഗലംപുഴയിൽ നിന്ന് പോകുന്നു. കുറച്ചു ദിവസം ടിക്കറ്റ് ശരിയാകുന്നത് വരെ അവർ ബോംബെയിൽ നിൽക്കുന്നു. അവിടെ നിന്ന് അമേരിക്കയിലേക്ക്. അവിടെ ചെന്ന് ഡാഡിയെ കണ്ട് സത്യങ്ങൾ തുറന്നു പറയുന്നു. ഡാഡിക്ക് വിഷ്ണുവിനോട് ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ വെച്ച് മകൻ്റെ ഓപ്പറേഷൻ കഴിയുന്നു. മകന് സംസാരശേഷി ലഭിക്കുന്നു. അങ്കിൾ വിഷ്ണുവിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യുന്നു. വിഷ്ണുവിന് വേണ്ടി വാദിക്കുന്നു. കല്യാണിയും വിഷ്ണുവും അമേരിക്കയിൽ നിന്ന് വരുന്നു. ചെറിയൊരു ശിക്ഷാ കാലാവധി ലഭിക്കുന്നു. വിഷ്ണു ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ അവർക്ക് 2 കുട്ടികൾ ജനിക്കുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്കിളും ഡാഡിയും മദ്യപാനം നിർത്തി. വേറെ കുട്ടികളെ കണ്ടപ്പോൾ ഇനിയും കുറേ നാൾ ജീവിക്കണമെന്ന് തോന്നലായി. വിഷ്ണുവും കല്യാണിയും 3 മക്കളുമായി കുറേ നാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഡാഡി അമേരിക്കയിലെ ബിസിനസ് നിർത്തി മംഗലംപുഴയ്ക്ക് വന്നു. കല്യാണിയുടെ അമ്മ സ്വപ്നത്തിൽ പറഞ്ഞത്രേ, അമേരിക്കയിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കണ്ട, നാട്ടിൽ നമ്മുടെ മകളും കുട്ടികളുമായി സന്തോഷമായി ജീവിക്കാൻ. സുഭദ്രാമ്മയുടെ 2 പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു. ഭാസ്കരൻ നമ്പ്യാർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പണ്ടത്തെ സ്വഭാവമൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാവരോടും നല്ല സ്നേഹമാണ്.